ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ മിക്ക ആൾക്കാരും ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമല്ലേ. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ തരും. ആ സ്ലിപ്പ് ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ അക്കൗണ്ട് നമ്പർ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് നിക്ഷേപിക്കുന്നത് ആ അക്കൗണ്ട് നമ്പർ എഴുതേണ്ട സ്ഥലം ഏതാണ്, നമ്മുടെ പേരും അഡ്രസ്സും എഴുതേണ്ട സ്ഥലം ഏതാണ്, അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അതിനെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഫോമിന് 2 ഭാഗം ഉണ്ടാവും. നമുക്കറിയാം, നമുക്ക് ഒരു ഭാഗം ഒരു റെസീറ്റ് നമുക്ക് മുറിച്ച് നമുക്ക് തരുന്ന റെസീറ്റിൻ്റെ ഭാഗവും ബാങ്കിൽ സൂക്ഷിക്കുന്ന ഭാഗവും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നൽകുന്ന റെസീറ്റിൻ്റെ ഭാഗം ഫില്ല് ചെയ്യാം. ഇവിടെ ഡേറ്റ് എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ ഇന്നത്തെ ഡേറ്റ് എഴുതുക. പിന്നെ നമ്മൾ ബാങ്ക് ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ ക്യാഷ് അടക്കുന്നത് ആ ബ്രാഞ്ചിൻ്റെ പേര് ഞാനിവിടെ കോഴിക്കോട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഏത് അക്കൗണ്ടിലാണോ നമ്മൾ ക്യാഷ് അടക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ നമ്പർ ഒരു കോളത്തിൽ ഒരക്കം എന്ന രീതിയിൽ നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ എഴുതുക. ഫോർ ക്രെഡിറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിലാണോ അടക്കുന്ന ആ അക്കൗണ്ടിൻ്റെ ആളുടെ പേര്. ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് അടക്കുന്നത്, അതിനാൽ എൻ്റെ പേര് ശ്രീദേവി KK എന്ന് എഴുതി. റുപ്പീസ് എത്ര രൂപയാണോ ആ 700 രൂപ, ഞാൻ 700 രൂപയാണ് അക്കൗണ്ടിൽ അടക്കുന്നത്, ആ ക്യാഷ് ഇവിടെ കാണിക്കുക. പിന്നെ ഇവിടെ എമൗണ്ട് നമ്മൾ റുപ്പീസ് അക്കത്തിൽ എഴുതാനുള്ള സ്ഥലമാണ്, അവിടെ 700 രൂപ അക്കത്തിൽ എഴുതുക. അതിന് താഴെ 3 കോളമുണ്ട്. നമ്മൾ അടക്കുന്ന പൈസ ആ പൈസ എന്ത് രൂപത്തിലാണ്, അതായത് എത്രയുടെ രൂപകളാണ്, എത്രയുടെ നോട്ടുകളാണ് എന്നതാണ് കാണിക്കേണ്ടത്. ഞാൻ അടച്ചത് 500 രൂപയുടെ ഒരു നോട്ടാണ് 500, 100 രൂപയുടെ 1 100, 50 രൂപയുടെ 2 എണ്ണമായിരുന്നു, അപ്പോൾ 100 എന്ന് കാണിക്കുക. ആകെ 700 രൂപ. പിന്നെ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആരാണോ, ഞാൻ തന്നെയാണ് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടത്, അപ്പോൾ എൻ്റെ പേരെഴുതി ഒപ്പിടുക. ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കുന്ന ഭാഗം. ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഡേറ്റ് എന്നെടുക്കാം. നമ്മൾ ഡേറ്റ് എടുക്കുക. അതിന് തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. നമ്മൾ പണം നിക്ഷേപിക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ ഒരു കോളത്തിൽ ഒരക്കം എന്ന രീതിയിൽ ഇവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഏത് ബ്രാഞ്ചാണ് എന്ന് ഈ പേജിലും നമ്മൾ എഴുതണം. അപ്പോൾ ഞാൻ കോഴിക്കോട് ബ്രാഞ്ചിലാണ്, അപ്പം കോഴിക്കോട് ബ്രാഞ്ച് എന്ന് എഴുതി. നിക്ഷേപകൻ്റെ പേര് ഇവിടെ നമ്മൾ എഴുതേണ്ടത് നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവരുടെ പേരാണ്. ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ശ്രീദേവി എന്ന് തന്നെ വന്നത്. നമ്മൾ വേറെ ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് അടക്കുന്നത് ആ ആളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ക്യാഷിൻ്റെ അപ്പുറത്തെ ഷീറ്റിൽ എഴുതിയതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാകും എത്ര രൂപയാണ് എന്നത്. അത് നമ്മുടെ കൈവശമുള്ള നോട്ടിൻ്റെ എണ്ണം മാത്രം ഇവിടെ എഴുതിയാൽ മതി. 500 രൂപയുടെ 1 100 രൂപയുടെ 1 50ൻ്റെ 2 നോട്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 500 100 100 എന്ന് 700 രൂപ കിട്ടിയത്. ആകെ അടക്കുന്ന രൂപ 700 എന്ന് ഞങ്ങളിവിടെ എഴുതുക. പിന്നീട് ഇവിടെ നമുക്ക് തുക അക്കത്തിൽ എഴുതാനുള്ള സ്ഥലമാണ് 700 രൂപ മാത്രം. അടുത്തതാണ് നിക്ഷേപിച്ച ആളുടെ പേരും വിലാസവും. ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ഞാനായതുകൊണ്ട് എൻ്റെ തന്നെ പേര് എഴുതിയിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന ആളുടെ പേര് ഇവിടെ എഴുതുക, അഡ്രസ്സ് എഴുതുക, ഫോൺ നമ്പർ എഴുതുക, സൈൻ ചെയ്യുക. ഇത്രയുമാണ് ക്യാഷ് അടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊരു വ്യത്യാസം, നമ്മൾ ക്യാഷ് അല്ല ചെക്കാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ചെക്ക് സംബന്ധിച്ച വിവരങ്ങൾ എന്ന് കണ്ടില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്കിൻ്റെ നമ്പർ എഴുതുക. ഏത് ബാങ്കിൻ്റെ ചെക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, കാനറ ബാങ്കാണോ SBI ആണോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കാണോ ആ ബാങ്കിൻ്റെ പേര് എഴുതുക. ആ ചെക്കിലിട്ടിരിക്കുന്ന ഡേറ്റ് ഇവിടെ എഴുതുക. എത്ര രൂപക്കുള്ള ചെക്കാണോ ആ എമൗണ്ട് ഇവിടെ എഴുതുക. പിന്നെ ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ആ സമയത്ത് എഴുതണം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.